എല്ലാവർക്കും കാന്താരി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കപ്പ ബിരിയാണിയാണ്. കപ്പ 2 കിലോ കൊത്തി നുറുക്കി നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് 1.5 കിലോ. ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടുത്താം. കുറച്ച് ചുവന്നുള്ളി, അത് ചെറിയ ഉള്ളിയാണ്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ചെറിയ ഉള്ളി ആയത് കാരണം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 2 സവോള, 4 പച്ചമുളക്, കറിവേപ്പില, ഗരം മസാല, തക്കാളി 2 എണ്ണം, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, പിന്നെ 2 മുട്ടയും കൂടെ. നമുക്ക് ചിക്കൻ കറി വെക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തു. ഈ 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കാം. ഉള്ളി സവോളയും വാടി വരാൻ ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് നന്നായി അത് വാടി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് വാടി വരുന്ന നേരത്തേക്ക് കപ്പയ്ക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുക്കുക. 1/2 മുറി തേങ്ങ, 2 തണ്ട് കറിവേപ്പില, 5-6 ചുവന്നുള്ളി, കുറച്ച് കാന്താരി, 4 അല്ലി വെളുത്തുള്ളി, ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഈ തേങ്ങ ഒതുക്കിയെടുക്കാം. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വലിയൊരു കഷ്ണം, അതിട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 10 കഷ്ണത്തോളം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ച മണം മാറി വരുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഇഞ്ചി ഉള്ളിയെല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് വഴന്ന് വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ട നമുക്ക് കൊത്തി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ട കൊത്തി ഒഴിച്ച് കഴിഞ്ഞ് നല്ല ഡ്രൈ ആകുന്നിടം വരെ ഇളക്കൊന്നും വേണ്ട. അത് കഴിയുമ്പോൾ ആ കൂടെ തന്നെ ഇറച്ചിട്ട് കൊടുക്കാം. ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. നമ്മൾ ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിപ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വാടി വന്നേക്കാം. ഇറച്ചി വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പച്ച മണം ഒന്ന് മാറുന്നിടം വരെ ചൂടാക്കിയെടുക്കാം. ഇത് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. വലിയ സ്പൂണിന് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ലേശം മഞ്ഞൾപ്പൊടി. ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. 2 സ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പച്ചമണം മാറി വരുന്നോളം വരെ നന്നായി ഇളക്കിയെടുക്കാം. ഇറച്ചി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ചിക്കൻ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ വേകാൻ ആവശ്യമായ ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് കൊടുക്കാം.
കപ്പ ഇവിടെ വെന്ത് വെള്ളമെല്ലാം ഊറ്റി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണമായിരുന്ന ആവി കയറി മാറുന്നോളം വരെ ഇരിക്കട്ടെ. ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ നന്നായി ഇളക്കിയിട്ട് ഈ ചിക്കൻ കറിയും കൂടെ അതിലേക്ക് കൂട്ടിയിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. കപ്പ നന്നായി ആദ്യം നമുക്കൊന്ന് ഇളക്കി കുഴച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ കറിയും കൂടി ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. കപ്പ ഇവിടെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി അതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിടാം. ചിക്കൻ കറി ഇച്ചിരി ചാറ് വേണം കേട്ടോ, എന്നാലും അതൊരു ഇച്ചിരി അയഞ്ഞിരിക്കണം, മുറുകി ഇരുന്നാൽ കൊള്ളത്തില്ല. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. കപ്പയും ചിക്കൻ കറിയും കൂടെ നന്നായി ഇളക്കി ഈ ഒരു പാകത്തിന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി കടുക് താളിച്ചു കൊടുക്കാം. ഇനി നമുക്ക് താളിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മൂത്ത് വരണം. ഈ 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉള്ളിയും കടുകും എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മറന്നു പോകരുതേ.